CID മൂസ എന്ന് പറഞ്ഞ ഫിലിമിൽ ഒരു സീനുണ്ട്. ഫ്ലാറ്റിൽ ബോംബ് വെച്ച് നിൽക്കുന്ന സമയത്ത് ബിന്ദു പണിക്കർ കിടന്ന് ഓടുന്ന ഒരു ഓട്ടം. ആദ്യം അയ്യോ മിക്സി എടുക്കണോ, ഇസ്തിരിപ്പെട്ടി എടുക്കണോ, TV എടുക്കണോ എന്ന് അറിയാതെ അങ്ങനെ ഓടി കളിക്കുക. ആക്ച്വലി അതേ അവസ്ഥയിലാണ് 10ാം ക്ലാസ്സിലെ മിക്ക കുട്ടികളും ഇപ്പം ഉണ്ടാകുക. ഓരോ ദിവസവും അവർക്ക് 2 എക്സാം. അപ്പോൾ നാളത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കടാ. രാവിലെ ഫിസിക്സ് എക്സാം, ഉച്ചയ്ക്ക് ശേഷം കെമിസ്ട്രി എക്സാം. ഫിസിക്സ് ആണെങ്കിൽ 7 പാഠം, കെമിസ്ട്രി ആണെങ്കിലും 7 പാഠം. ആദ്യം ഏത് പാഠം പഠിക്കണം? ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചിട്ട് 3rd ചാപ്റ്റർ പഠിക്കണോ? അതിനിടയിൽ മറ്റേ 2ാമത്തെ പാഠത്തിലെ ഫ്ലെമിങ്ങിൻ്റെ റൈറ്റ് ഹാൻഡ് റൂളും ലെഫ്റ്റ് ഹാൻഡ് റൂളും ഇതൊക്കെ നോക്കണോ എന്നുള്ളൊരു അവസ്ഥയിലായിരിക്കും പല ആൾക്കാരുണ്ടാകുക. അങ്ങനെ നിങ്ങൾ ഈ 7 പാഠത്തിൽ, ഫിസിക്സിൽ 7 പാഠത്തിൽ എത്ര പാഠം പഠിച്ചെന്നും അതിൽ ഏറ്റവും ടഫുള്ള ചാപ്റ്റർ ഏതാണെന്നും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ ഇന്ന് രാത്രിയത്തെ ലൈവിലൊന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ നോട്ടെ. ഇനി ഇങ്ങോട്ട് വാടാ. നിങ്ങളിപ്പം ചെയ്യേണ്ട ഒരു കാര്യം, ഒരു കാരണവശാലും ഈ സമയത്ത് നിങ്ങൾ വാരി വലിച്ച് പഠിക്കാൻ നിൽക്കരുത്. അത് ബുദ്ധിയല്ലടാ. അപ്പം നിങ്ങൾക്ക് ഫിസിക്സും ഉണ്ടാവില്ല, കെമിസ്ട്രി ഉണ്ടാവില്ല. നിങ്ങളെ സഹായിക്കാനല്ല ഞങ്ങളുള്ളത്. ഞങ്ങൾ എജുപോർട്ടിലെ ടീച്ചേഴ്സ്, ഞാനായിക്കോട്ടെ, സുഹേൽ സാർ ആയിക്കോട്ടെ, റിജു സാർ ആയിക്കോട്ടെ, ഞങ്ങൾ കുറച്ച് കാലങ്ങളായിട്ട് ഞങ്ങൾ മൊത്തം റിസർച്ചിലാണ്. എടാ ഇതുവരെ നടന്ന SLC ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഞങ്ങൾ അനലൈസ് ചെയ്ത്, ഞങ്ങൾ കമ്പ്യൂട്ടർ ഫോൾഡറാണ്, ഇത് മൊത്തം ഞങ്ങൾ അനലൈസ് ചെയ്തിട്ട് ഈ ഓരോ വർഷത്തെയും ഏതൊക്കെ എക്സാം ഉണ്ടാവും, ഓണപ്പരീക്ഷ, ക്രിസ്മസ് എക്സാം, അതേമാതിരി മോഡൽ എക്സാം, പബ്ലിക് എക്സാം, ഇതിന് പുറമെ ഓരോ ട്യൂഷൻ സെൻ്റർ നടത്തുന്ന ആ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ കീയും ഞങ്ങൾ നോക്കിയപ്പം നമുക്ക് മനസ്സിലായ ഒരു കാര്യം, മോസ്റ്റ് റിപ്പീറ്റ് ആയിട്ട് വരുന്ന ചില ഏരിയകളുണ്ട്. ആ ഭാഗങ്ങൾ പഠിച്ചാൽ തന്നെ ഏറെക്കുറെ നല്ലൊരു മാർക്ക് കിട്ടും. അതന്നെ അവർ പിന്നെയും ചോദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. സോ ഗൈസ്, നിങ്ങൾ ഒന്നും കൊണ്ടും പേടിക്കേണ്ട. ഞങ്ങൾ ഇന്ന് രാത്രി ഏറ്റവും പ്രധാനപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട ചോദ്യങ്ങളും ആ ചോദ്യങ്ങളുടെ വിശദീകരണം, വെറുതെ ചോദ്യം മാത്രം പറഞ്ഞാൽ പോരാ, അതുമായി ബന്ധപ്പെട്ട എക്സ്പ്ലനേഷനും തന്ന് നിങ്ങൾ അങ്ങോട്ട് സെറ്റാക്കും. ചുരുങ്ങിയ സമയം കൊണ്ട് സെറ്റാക്കും. സോ ഇന്ന് രാത്രി 6 മണിക്ക്, രാത്രിയല്ല വൈകുന്നേരം, ഇന്ന് വൈകുന്നേരമുള്ള 6 മണിൻ്റെ ലൈവ് ഒരു കാരണവശാലും നിങ്ങൾ മിസ്സാക്കരുത്. വന്നോ നിങ്ങൾക്ക് മുതലാവും. ഞങ്ങൾ രാവിലെ തൊട്ട് രാത്രി വരെ ക്ലാസ് എടുത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയം തരാണ്ടിരിക്കൊന്നുമില്ല. ടെക്സ്റ്റ് ബുക്ക് എന്തായാലും നിങ്ങളൊന്ന് മറച്ചു നോക്കണം. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യുക, ചുരുങ്ങിയ സമയം കൊണ്ട് മാക്സിമം കണ്ടന്റ് റിച്ച് സാധനങ്ങൾ നിങ്ങൾക്ക് തരും. സോ ആ ലൈവായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് ആ ലൈവ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, അല്ലെങ്കിൽ റിവിഷൻ നടത്തുക, അല്ലെങ്കിൽ മറ്റ് അന്യ പുരുഷന്മാരുടെയോ സ്ത്രീകളുടെയോ ലൈവ് പോയി കാണുക. ഒരു പ്രശ്നവുമില്ല. ഇത് നിങ്ങൾ മിസ്സാക്കരുത്. കാരണം അത്രക്കും തെരഞ്ഞെടുത്ത് വരുന്ന ക്രിസ്റ്റൽ പോയിന്റ്സാണ്. പിന്നെ നിങ്ങൾക്ക് മിസ്സാവും, നഷ്ടമാവും. സോ അതിൻ്റെ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും. ഇപ്പം തന്നെ പോവുക, ആ ലൈവ് ഒന്ന് ലൈക്ക് അടിച്ച് വെക്കുക, ഒന്ന് നോട്ടിഫൈ മീ ഓൺ ആക്കി വെക്കുക. അലാറം ഇപ്പം തന്നെ വെച്ചോളൂ. ഈ രാത്രിയല്ല, വൈകുന്നേരം ഒരു 5:59 വെച്ചോ. ഇങ്ങോട്ട് 6 മണിക്ക് ലൈവായിട്ട് വാ. ലൈവിൽ ഞങ്ങളെ കൂടെ അങ്ങോട്ട് പഠിക്കുന്നു, ലൈവിൻ്റെ കൂടെ അവസാനിക്കുന്നു, നമ്മൾ പൊളിക്കുന്നു. നാളത്തെ മോഡൽ എക്സാം കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ നിങ്ങൾ പറയണം ഫിസിക്സ് എക്സാം ഈസി ആയിരുന്നു, കെമിസ്ട്രി എക്സാം ഈസി ആയിരുന്നു. സോ ഗൈസ്, ഇന്ന് ലൈവിൽ കാണാം. ബൈ.